ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ എന്താണ് നമ്മൾ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതായത് ഫ്രം സ്ക്രാച്ച് എങ്ങനെ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം, അതെങ്ങനെയാണ് നമ്മൾ ആൻഡ്രോയിഡിന് വേണ്ടി ബിൽഡ് ചെയ്യണത്, അത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. വളരെ ബേസിക് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ജസ്റ്റ് ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക, ഇത് ആൻഡ്രോയിഡിന് വേണ്ടി സെറ്റ് ചെയ്യുക. പിന്നെ പ്രൊജക്റ്റ് സെറ്റിങ്സിൽ നമ്മൾ അത്യാവശ്യം ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, ആൻഡ്രോയിഡിന് വേണ്ടി ബിൽഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് തന്നെ നമുക്ക് പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. സോ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ജസ്റ്റ് ന്യൂ കൊടുക്കുക. ഇവിടെ റൈറ്റ് സൈഡിൽ നമ്മുടെ പ്രൊജക്റ്റിന് പേര് കൊടുക്കുക. ഞാൻ ജസ്റ്റ് മൈ പ്രൊജക്റ്റ് എന്ന് തന്നെ കീപ്പ് ചെയ്യാണ്. പിന്നെ 3D ആണ് ഞാൻ ഉപയോഗിക്കുന്നത്, URPയോ HDRPയോ അല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ എന്ന് പറയുമ്പോൾ പിന്നെ അതിൻ്റേതായ ഫയൽസൊക്കെ കറക്റ്റായിട്ട് ചെയ്യണം, അങ്ങനെ കുറച്ചധികം ലെങ്ത്ത് കൂടിപ്പം വീഡിയോയുടെ. സോ ഞാൻ ജസ്റ്റ് 3D കൊടുത്തിട്ട് ക്രിയേറ്റ് കൊടുക്കുവാണ്. പിന്നുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട്, ഇതിൻ്റെ കണ്ടിന്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റിൽ പറയുക. എത്ര പേര് പറയുന്നു എന്നതിനനുസരിച്ചായിരിക്കും ഞാൻ ഇനിയുള്ള വീഡിയോസ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. കാരണം ഗെയിം ഡെവലപ്മെൻറ്റിൻ്റെ ഒപ്പം ഈ ട്യൂട്ടോറിയൽ വീഡിയോസും കൂടി ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് ഇവിടെ ടൈം നോക്കിയാൽ അറിയാം, വെളുപ്പിന് 3 മണിക്കൊക്കെ ഇരുന്നിട്ടാണ് വീഡിയോ ചെയ്യണത്. സോ ആക്ച്വലി എനിക്ക് ഗെയിം ഡെവലപ്പ് ചെയ്യാൻ കിട്ടുന്ന ഒരു ടൈം കൂടിയാണ് ഞാൻ ട്യൂട്ടോറിയലിനായിട്ട് കളയണത്. സോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കാര്യങ്ങൾ പറയാം. മലയാളികൾ എത്ര പേര് ഗെയിം ഡെവലപ്മെൻറ്റിനെ പറ്റി അറിയാം, അതിൽ ഇൻട്രസ്റ്റഡ് ആണ് എന്നൊന്നും എനിക്കറിയില്ല. സോ നിങ്ങളാരെങ്കിലും ഇൻട്രസ്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, ഞാൻ വീഡിയോസ് ചെയ്തു തരാം. ഓക്കെ, സോ ക്രിയേറ്റ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക. പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അത്യാവശ്യം ടൈം എടുക്കും. സോ നമ്മുടെ പ്രൊജക്റ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ അത്യാവശ്യം നോയ്സൊക്കെ കേൾക്കാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ മഴ പെയ്യുകയാണ്, അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ നോയ്സ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രൊജക്റ്റ് ക്രിയേറ്റ് ആയി. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഫയലിൽ ബിൽഡ് സെറ്റിങ്സിൽ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, പ്ലാറ്റ്ഫോമിൻ്റെ അകത്ത് ആൻഡ്രോയിഡ് സെലക്ട് ചെയ്യുക, സ്വിച്ച് പ്ലാറ്റ്ഫോം എന്ന് കൊടുക്കുക. ഈ ട്യൂട്ടോറിയൽ ഇച്ചിരി സ്പീഡി ആയിരിക്കും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും നിൽക്കില്ല. കാരണം ഇതിന് മുമ്പത്തെ വീഡിയോസൊക്കെ കണ്ടേക്കണമെങ്കിൽ അറിയാം, വലിച്ചു നീട്ടി പറഞ്ഞു ഞാൻ ബോറിങ് പോലെയാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇത് വളരെ പെട്ടെന്ന് തന്നെ പറഞ്ഞു പോവാണ്. സോ ഇനി ചെയ്യാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1-2 ഓപ്ഷൻസ് ടിക്ക് ചെയ്യാനായിട്ടുണ്ട്. ഫസ്റ്റത്തെ കേസ് ഈ ഡെവലപ്മെൻറ്റ് ബിൽഡ് ടിക്ക് ചെയ്യണം. പിന്നെ ആൻഡ്രോയിഡ് ഓട്ടോ കണക്ട് പ്രൊഫൈലറും ടിക്ക് ചെയ്യണം. ഇത് രണ്ടും എന്തിനാണ് ടിക്ക് ചെയ്യണമെന്ന് വെച്ചാൽ, ഡെവലപ്മെൻറ്റ് ബിൽഡ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഡെവലപ്മെൻറ്റ് സ്റ്റേജിലാണ് ഈ ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യണമെന്ന് അറിയാനാണ്. അത് നമ്മൾ ആൻഡ്രോയിഡിലേക്ക് ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ഓൾറെഡി കിടക്കുന്ന APK ഫയലായിട്ട് കോൺഫ്ലിക്റ്റ് കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെയുള്ള ഓട്ടോ കണക്ട് പ്രൊഫൈലറാണ്. അതെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ നിന്ന് ഈ ബിൽഡ് റൺ കൊടുത്തു കഴിയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് ഇവിടെ കണക്റ്റഡ് ആയിട്ടുള്ള ഡിവൈസിൻ്റെ അകത്ത് ഇൻസ്റ്റാളായി ഓപ്പണായി നമ്മുടെ ഡിവൈസിൻ്റെ പ്രൊഫൈലർ ഓട്ടോമാറ്റിക് കണക്റ്റായി കിട്ടും. അതായത് ഈ പ്രൊഫൈലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ എത്രമാത്രം ടൈം എടുത്തിട്ടാണ് ഓരോരോ കാര്യങ്ങൾ ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ടൂളാണ്. പെർഫോമൻസ് നമുക്ക് നോക്കണ ഒരു ടൂളാണത്. അപ്പോൾ നമുക്ക് ഓട്ടോ കണക്ട് പ്രൊഫൈലർ കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക് കണക്റ്റായി ആ ഡേറ്റ ഓൾറെഡി നമുക്ക് പെർ ഫ്രെയിം ഡേറ്റ നമുക്ക് കാണിച്ചു തന്നെയായിരിക്കും. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സീൻസ് ഇൻ ബിൽഡാണ്. ഈ സീൻസ് ഇൻ ബിൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഇവിടെ ഒന്നുമില്ല. സോ ആഡ് ഓപ്പൺ സീൻ കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഓപ്പൺ ആക്കി ഓൾറെഡി ഓപ്പൺ ആയേക്കണ സീൻ ഇതിലേക്ക് ആഡാവും. ഈ 0 ഇൻഡെക്സിൽ തന്നെ ഫസ്റ്റ് കിടക്കുന്ന സീനായിരിക്കും ഗെയിം ബിൽഡ് ചെയ്ത് കഴിയുമ്പോൾ ആദ്യം തന്നെ ലോഡാവുന്നത്. ബാക്കി സീനെല്ലാം നമുക്കിവിടെ ആഡ് ചെയ്യണം, പക്ഷേങ്കിൽ ലോഡാവില്ല. ലോഡാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് സീനിൽ ഏതെങ്കിലും ഒരു ഗെയിം ഒബ്ജക്റ്റിൽ നമ്മൾ സ്ക്രിപ്റ്റ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് ആ സ്ക്രിപ്റ്റ് വഴി വേണം പിന്നീട് ഇത് ബാക്കി സീനൊക്കെ ലോഡ് ചെയ്യാനായിട്ട്. സോ ഇവിടെ ഇത്രയാണ് നമുക്ക് ചെയ്യാനായിട്ടുള്ളൂ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് പ്ലെയർ സെറ്റിങ്സിലാണ്. നമുക്കപ്പോൾ പ്ലെയർ സെറ്റിങ്സിൻ്റെ അത് മെയിനായിട്ട് മാറ്റാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസൊല്യൂഷൻ ആൻഡ് പ്രീസെറ്റ് ചെയ്ത് തുടങ്ങാം. ഫസ്റ്റത്തെ കേസ് റെൻഡർ ഔട്ട് സൈഡ് സേഫ് ഏരിയ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫോണിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഫോണിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ടോപ്പിൽ സ്ക്രീനിൻ്റെ ഉള്ളിൽ തന്നെയാണ് ക്യാമറ വന്നത്. അപ്പോൾ ആ ഏരിയ ആക്ച്വലി സേഫ് ഏരിയ അല്ല. കാരണം ക്യാമറ വന്നു കഴിയുമ്പോൾ തന്നെ ഡിസ്പ്ലേയിൽ നമുക്ക് അവിടെ കാണാൻ പറ്റില്ലല്ലോ. സോ അത് സേഫ് ഏരിയ അല്ല. അങ്ങനെ ആയിരിക്കണം അവർ ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യണം കേട്ടോ. എൻ്റെ ഒരു ചെറിയ അറിവ് വെച്ച് പറയണമെന്നുള്ളൂ. അപ്പോൾ ഇതിനെ ഇപ്പോൾ ഇവിടെ അൺടിക്ക് ചെയ്തതിന് എൻ്റെ ക്യാമറ വന്നോടത്ത് ഗെയിം റെൻഡർ ആവില്ല, ഗെയിമിൻ്റെ വിഷ്വൽ ആ ഏരിയയിൽ കാണിക്കില്ല, അവിടെ ഒരു ബ്ലാക്ക് സ്ട്രിപ്പായിട്ട് ഇരിക്കുകയുള്ളൂ. പിന്നെ ഫ്രെയിം സ്പേസിങ് ടിക്കറിനെയാണ് നല്ലത്, കാരണം അത് ഫ്രെയിം സ്മൂത്ത് ഗെയിം പ്ലേ. നിങ്ങൾക്ക് ഇവിടെ ഡിസ്ക്രിപ്ഷൻ എഴുതിയേക്കണം, വായിച്ചു നോക്കാം. പിന്നെ താഴേക്ക് വന്നു കഴിയുമ്പോൾ ഡീഫോൾട്ട് ഓറിയൻറ്റേഷൻ്റെ അത് നമുക്ക് പോർട്രേറ്റ് മോഡിൻ്റെ ആവശ്യമില്ല. ലാൻഡ്സ്കേപ്പിൽ ലെഫ്റ്റ് റൈറ്റ് മതി. അത് സെൻസർ നോക്കിയിട്ട് ഓട്ടോമാറ്റിക് ഡിറ്റക്റ്റ് ചെയ്തോളും. പിന്നെ 32 ബിറ്റിൻ്റെ ഡിസ്പ്ലേ ബഫർ നമുക്ക് ആവശ്യമില്ല.
പിന്നുള്ളത് അതർ സെറ്റിങ്സിലേക്ക് വന്നു കഴിയുമ്പോൾ കളർ സ്പേസ് ലീനിയർ കൊടുക്കണമായിരിക്കും കുറച്ചും കൂടി ഒരു ബെറ്റർ കാണാനായിട്ട്. ഗാമ എന്ന് പറയുമ്പോൾ കുറച്ച് മോശമാണ്, പഴയ ഒരു എന്താ പറയുക ഒരു രീതിയാണത്. നിങ്ങൾ ഗൂഗിളിൽ കളർ സ്പേസ് ഗാമ വേഴ്സസ് ലീനിയർ എന്ന് അങ്ങനെ എന്തെങ്കിലും അടിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് കാണാൻ പറ്റും. പിന്നെ ഓട്ടോഗ്രാഫിക്സ് API ഞാൻ അൺടിക്ക് ചെയ്യാണ്. എന്നിട്ട് വുൾക്കാനും ഓപ്പൺ GLES3 ആണ് ആഡ് ചെയ്യണത്. ആദ്യം തന്നെ വുൾക്കാൻ നോക്കും, അതുണ്ടെങ്കിൽ അതെടുക്കും, കാരണം അതാണ് കുറച്ചും കൂടി പെർഫോമൻസ് കൂടുതലും, ബാറ്ററി കൺസംഷൻ കുറവും. പിന്നെ ഓപ്പൺ GL എടുക്കും, വുൾക്കാൻ ഇല്ലെങ്കിൽ മാത്രം. ദെൻ മൾട്ടി ത്രെഡഡ് റെൻഡറിങ് ടിക്ക് ചെയ്യുക, സ്റ്റാറ്റിക് ബാച്ചിങ് ടിക്ക് ചെയ്യുക, ഡൈനാമിക് ബാച്ചിങ് ടിക്ക് ചെയ്യുക, കമ്പ്യൂട്ടർ സ്കിന്നിങ് ടിക്ക് ചെയ്യുക, ഗ്രാഫിക്സ് ജോബ്സ് ടിക്ക് ചെയ്യുക. ഇതൊക്കെ എന്താണെന്ന് പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാടായി പോകും. മൾട്ടി ത്രെഡഡ് റെൻഡറിങ്ങും ഗ്രാഫിക്സ് ജോബ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ CPU മൾട്ടിപ്പിൾ കോർ യൂട്ടിലൈസ് ചെയ്യണതാണ് ഈ റെൻഡറിങ് പ്രോസസ്സിന് വേണ്ടിയിട്ട്. പിന്നെ സ്റ്റാറ്റിക് ബാച്ചിങ്ങും ഡൈനാമിക് ബാച്ചിങ്ങും ഒക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ കാണിക്കുക, എല്ലാ ഗെയിം എഞ്ചിനും അത് സെയിം ആണ്. കമ്പ്യൂട്ടർ സ്കിന്നിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അനിമേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഗ്രാഫിക്സ് കാർഡ് ഉപയോഗിക്കണ എന്തോ രീതിയാണെന്ന് തോന്നുന്നു. ഓക്കെ, പിന്നെ താഴേക്ക് വരുമ്പോൾ ലൈറ്റ് മാപ്പ് എൻകോഡിംഗ് ഒക്കെ നോർമൽ ക്വാളിറ്റിയോ ലോ ക്വാളിറ്റിയോ ഒക്കെ ആഡ് ചെയ്യുക, അത് നിങ്ങളുടെ ഇഷ്ടം. ലോ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ പെർഫോമൻസ് കൂടുതലായിരിക്കും, പക്ഷേങ്കിൽ ഞാൻ അത് മൈൻഡ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഗെയിമിൽ ഞാൻ ലൈറ്റ് മാപ്പ് ഉപയോഗിക്കുന്നില്ല, സോ അതിൽ വലിയ കാര്യമില്ല എന്നെ സംബന്ധിച്ച്. പിന്നെ ഫ്രെയിം ടൈമിംഗ് സ്റ്റാറ്റസ് ടിക്ക് ചെയ്യാം, അതാകുമ്പോൾ കുറച്ചും കൂടി ഡേറ്റാസ് കിട്ടും നമുക്ക് ഫ്രെയിം ടൈമിങ്ങിനെ പറ്റിയിട്ട്. ദെൻ ഷേഡർ പൊസിഷൻ എന്ന് വെച്ച് ഉള്ളത് ഞാൻ ഇതിലേക്ക് മാറ്റുകയാണ്. ഇതാവുമ്പോൾ എനിക്ക് തന്നെ പറയാൻ പറ്റും ഏത് ഫുൾ സാമ്പിളിങ് ഉപയോഗിക്കണോ അതല്ലെങ്കിൽ ഹാഫ് മതിയോ എന്നുള്ളത്. പിന്നെ എനിക്കിവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനായിട്ടില്ല, മിനിമം API ലെവൽ അതൊക്കെ അങ്ങനെ തന്നെ കിടന്നാൽ മതി. സോ നമ്മളിത് ഇൻ്റർനെറ്റ് ആക്സസ് നമുക്ക് റിക്വയർഡ് കൊടുക്കാം, കാരണം ചില ഡീബഗിങ് ആവശ്യങ്ങൾക്ക് ഇൻ്റർനെറ്റ് ആക്സസ് വരാറുണ്ട്. ദെൻ പ്രീബേക്ക് കൊളീഷൻ മെഷേഴ്സ് വേണമെങ്കിൽ ഒപ്റ്റിമൈസേഷൻ്റെ ഭാഗമായിട്ട് അത് ടിക്ക് ചെയ്യാം. കീപ്പ് ലോഡഡ് ഷെയ്ഡേഴ്സ് ലൈവ് കൊടുക്കാം. മെമ്മറി കൺസംഷൻ കൂടും ഈ കീപ്പ് ലോഡഡ് ഷെയ്ഡേഴ്സിന്, പക്ഷേങ്കിൽ പിന്നീട് എന്താ പറയുക പെർഫോമൻസ് അധികം കിട്ടും, മെമ്മറി കുറച്ചധികം യൂസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ദെൻ സസ്റ്റെയിൻ പെർഫോമൻസ് മോഡൊക്കെ ഉണ്ട്, അതാകുമ്പോൾ ആക്ച്വൽ പെർഫോമൻസ് ഒരല്പം കുറച്ചിട്ട് കുറേ നേരത്തേക്ക് മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുന്ന ഒരു പരിപാടിയൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സെറ്റ് ചെയ്യുക. ദെൻ നമുക്കിനി ബിൽഡ് കൊടുക്കാം. അതിന് മുമ്പായിട്ട് ക്വാളിറ്റി സെറ്റിങ്സും കൂടി ഒന്ന് നോക്കാനായിട്ടുണ്ട്. അതിൻ്റെ അകത്ത് എനിക്ക് ഇത്രയും ക്വാളിറ്റി സെറ്റിങ്സ് വേണ്ട, സോ ലോ മീഡിയം ഹൈ അത്രയും മതി. എൻ്റെ അത് VSyncൻ്റെ കൗണ്ട് നമ്മൾ ഡോൺ സിങ്കിലേക്ക് ഇടുക. ലേറ്റസ്റ്റ് വെർഷൻ തൊട്ട് യൂണിറ്റ് VSync സപ്പോർട്ടല്ല. VSync എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേയുടെ റിഫ്രഷ് റേറ്റും ഗ്രാഫിക്സ് കാർഡിൻ്റെ റേറ്റും ഒക്കെ ആയിട്ട് സിങ്ക് ചെയ്ത് നിർത്തുന്നതാണ്. അല്ലെങ്കിൽ ഡിസ്പ്ലേ 60 Hz റിഫ്രഷ് ആകും, ഗ്രാഫിക്സ് ചിലപ്പോൾ 40 ഫ്രെയിമിലായിരിക്കും റിഫ്രഷ് ആവണം. സോ അത് രണ്ടും കൂടി സിങ്ക് ചെയ്ത് നിർത്തുന്ന ഒരു പരിപാടിയാണ് VSync. അതിപ്പോൾ ലേറ്റസ്റ്റ് വെർഷൻ തൊട്ട് സപ്പോർട്ടഡ് അല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ആകെ 30 FPS 60 FPS ആണ് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഫ്രെയിംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 30 FPS താഴെയാണ്. അറ്റ്ലീസ്റ്റ് എൻ്റെ ഫോണിൽ അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ബാക്കിയുള്ളവരുടെ ഫോണിലൊക്കെ എല്ലാ രീതിക്കും വർക്കാവുമെന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്ത് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇവിടെ ഈ ഡീഫോൾട്ടിൽ ആൻഡ്രോയിഡിന് നേരെ താഴെയുള്ള ആരോയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഹൈ കൊടുക്കുക. അപ്പോൾ ബൈ ഡീഫോൾട്ട് ഗെയിം ഓപ്പണായി വന്നു കഴിയുമ്പോൾ ഹൈ ഗ്രാഫിക്സ് ആയിരിക്കും സെലക്റ്റഡ് ആയേക്കണത് ഓൾറെഡി. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ടെക്സ്ചർ ക്വാളിറ്റി ഒക്കെ കുറച്ചിടാം, ഹാഫ്, ക്വാർട്ടർ, 1/8 അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ആൻഡസ്ട്രോപ്പിക് ടെക്സ്ചറൊക്കെ നമുക്ക് ഇത് ചെയ്യാം. ഷാഡോ സെറ്റിങ്സ് ഉണ്ട്, കാസ്കേഡ്സ് ഉണ്ട് ഷാഡോയുടെ. ഓക്കെ, അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നമ്മളെ സംബന്ധിച്ച് ഇത്തരം ചെയ്ത് വെച്ചാൽ മതി, വളരെ ബേസിക്കായിട്ട് ആൻഡ്രോയിഡിന് വേണ്ടി ബിൽഡ് ചെയ്യാൻ. നമുക്കിനി നേരെ ബിൽഡ് കൊടുക്കാം. ജസ്റ്റ് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക, പേര് കൊടുക്കുക, നമ്മൾ നേരെ APKക്ക് ഒരു പേര് കൊടുക്കുക, ബിൽഡ് കൊടുക്കുക, സംഭവം ഓട്ടോമാറ്റിക് അവിടെ വന്നോളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ APK ബിൽഡ് ചെയ്ത് കഴിഞ്ഞേക്കുണ്ട്. APK നിങ്ങൾക്ക് ഇവിടെ കാണാം 32 MB ആണ് സൈസ് വന്നേക്കുന്നത്. ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഫോണിൽ കാണാൻ പോണത് ഈ ഒരു സീനായിരിക്കും, ഇങ്ങനെയായിരിക്കും. നമ്മളിതിൻ്റെ അകത്തേക്ക് അഡീഷണൽ യാതൊന്നും ആഡ് ചെയ്തേക്കുള്ള ക്യാമറയ്ക്ക് റൊട്ടേഷൻ കൊടുക്കാനുള്ള സ്ക്രിപ്റ്റോ അങ്ങനെ യാതൊന്നും കൊടുത്തേക്കുള്ള. സോ ജസ്റ്റ് ആ ക്യാമറ ഇരിക്കുന്ന പൊസിഷനിൽ ഇങ്ങനത്തെ ഒരു ഇമേജ് ആയിരിക്കും നിങ്ങൾ കാണാൻ പോണത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ട്യൂട്ടോറിയൽ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞായിരുന്നു ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് ഇനി ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ട്യൂട്ടോറിയൽ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ പറയാം. അത്യാവശ്യം ആൾക്കാർക്ക് ഇതൊരു ആവശ്യമാണ് എന്ന് തോന്നുവാണ് എന്നുണ്ടെങ്കിൽ ഞാൻ സംഭവം ആഡ് ചെയ്യണമായിരിക്കും. അല്ലെങ്കിൽ വെറുതെ വീഡിയോ ചെയ്യുന്നതിൽ കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ പിന്നെ വെറുതെ എൻ്റെ സമയം കളയാതെ ആ ടൈമും കൂടി എനിക്ക് ഗെയിം ഡെവലപ്മെൻറ്റിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും.
ഓക്കെ, അപ്പോൾ എന്തായാലും ഗെയിം ഡെവലപ്മെൻറ്റിൻ്റെ ഡെവ് വ്ലോഗ്സ് ഉണ്ടാവണമായിരിക്കും ഇനി. ട്യൂട്ടോറിയൽ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ വീഡിയോയുടെ കമൻറ്റിൽ പറയുക. ഓക്കെ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.